അപ്പം നമുക്കിന്ന് പാർട്ട് 4 തുടങ്ങുകയാണ്. അപ്പം ഇതിനകത്ത് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഡിഫക്ട്സ് ഓഫ് വിഷൻ. ഡിഫക്ട്സ് ഓഫ് വിഷൻ. അപ്പം അതിനകത്ത് ഡിഫക്ട്സ് ഓഫ് വിഷനിൽ ആദ്യം പഠിക്കാൻ പോകുന്നതാണ് മയോപ്പിയ. മയോപ്പിയ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഷോർട്ട് സൈറ്റ്. അതായത് അടുത്തുള്ളതിനെ കാണാൻ പറ്റും, ദൂരമുള്ളതിനെ കാണാൻ പറ്റില്ല. നമുക്ക് ദൂരമുള്ളൊരു വസ്തുവിനെ കാണണമെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടിയിരിക്കണം. അപ്പം നമ്മൾ ഐസിൻ്റെ പറ്റി മുമ്പ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു സിലിയറി മസിൽസ് ആണ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂട്ടാൻ സഹായിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സിലിയറി മസിൽസിന് ആ ഫോക്കൽ ലെങ്ത് കൂട്ടാൻ പറ്റുന്നില്ല. അതായത് ആ ലെൻസ് നമ്മുടെ ഐസിൻ്റെ ലെൻസിനെ തിന്നാക്കുമ്പോഴാണ് ഫോക്കൽ ലെങ്ത് കൂടുന്നത്. അപ്പോൾ ഈ സിലിയറി മസിൽസ് ആ ലെൻസിനെ തിന്നാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് മയോപ്പിയ സംഭവിക്കുന്നത്. സോ സപ്പോസ് ഇതാണ് കണ്ണെങ്കിൽ ഇതാണ് ലെൻസ്. ഇവിടുന്ന് വരുന്ന റേസ് ഈ റെറ്റിനയിൽ ഫോം ചെയ്യാതെ റെറ്റിനയുടെ ഫ്രണ്ടിൽ ഫോം ചെയ്യുന്നു. അതാണ് ഇവിടെ പ്രശ്നം സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, ഇവിടെ ഫോം ചെയ്യാത്തതിന് പകരം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇമേജ് ഈസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്ഷനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ നമുക്കിപ്പോൾ വേണ്ട എന്താ, ഈ ഇമേജിനെ നമുക്ക് റെറ്റിനയിൽ ഫോം ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സപ്പോസ് കണ്ണ്, ഇതാണ് കണ്ണിൻ്റെ ലെൻസ് എങ്കിൽ ഇവിടെ നമ്മളൊരു കോൺകേവ് ലെൻസ്, ഒരു കറക്ഷൻ ലെൻസായിട്ട് വെച്ചാൽ ഈ റേസിനെ നമ്മുടെ കറക്റ്റ് അത് റെറ്റിനയിലേക്ക് മുട്ടിപ്പിക്കും. അപ്പോൾ ഇവിടെ റെറ്റിനയിൽ ഫോം ചെയ്യും. അപ്പം ഈ ഒരു കണ്ടീഷനെ മയോപ്പിയ എന്നാണ് പറയുന്നത്. നമ്മൾ കോൺകേവ് ലെൻസാണ് അതിൻ്റെ കറക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു കണ്ടീഷനുണ്ട്, അതിൻ്റെ പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ. ഹൈപ്പർ മെട്രോപ്പിയയെ നമ്മൾ ലോങ് സൈറ്റ് എന്ന് പറയും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സപ്പോസ് ഇതാണ് കണ്ണ്, ഇതാണ് കണ്ണിൻ്റെ ലെൻസ് എന്ന് വിചാരിക്കുക. ഇവിടെ വരുന്ന റേസ് റെറ്റിനയുടെ ബാക്കിലാണ് ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു കോൺവെക്സ് ലെൻസ് കണ്ണിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ കറക്ഷൻ സ്പെക്സ് ആയിട്ട് ഉപയോഗിച്ചാൽ കറക്റ്റ് റെറ്റിനെ തന്നെ ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സത്യത്തിൽ ദൂരെയുള്ള ലോങ് സൈറ്റ് എന്ന് വെച്ചാൽ ദൂരെയുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. അതാണ് ലോങ് സൈറ്റ്. അപ്പം ഇവിടെ നമ്മുടെ ലെൻസ് ഫോക്കൽ ലെങ്ത് കുറഞ്ഞിരിക്കണം അടുത്തുള്ള വസ്തുവിനെ കാണാനായിട്ട്. അതായത് നമ്മുടെ ലെൻസ് തിക്കാവണം. പക്ഷേ ഇവിടെ തിക്കാവുന്നില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. കൺവേർജിങ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കറക്ഷന് വേണ്ടി. ഇനി വേറൊരു കണ്ടീഷനുണ്ട്, ആ കണ്ടീഷൻ്റെ പേരാണ് പ്രസ് ബയോപ്പിയ. പ്രസ് ബയോപ്പിയ എന്ന് വെച്ചാൽ അതിനെ നമ്മൾ വയസ്സാവുമ്പം ഓൾഡ് ഏജിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് നമ്മുടെ സിലിയറി മസിൽസ് വീക്ക് ആവുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. മസിൽസ് വീക്ക് ആവുമ്പോൾ വരുന്ന പ്രശ്നം. ഇതെന്ന് പറയുന്നത് നിയർ ബൈ ഓബ്ജക്ട്സിനെ കാണാൻ പറ്റില്ല. നിയർ ബൈ ഓബ്ജക്ട്സിനെ കാണാൻ പറ്റത്തില്ല. അതായത് ആ ലെൻസിലെ ഈ ലെൻസ് കംപ്രസ്സും ആവില്ല, സ്ട്രെച്ചും ആവില്ല. അതായത് ബുദ്ധിമുട്ടായിരിക്കും കംപ്രസ് ആവാനും സ്ട്രെച്ച് ആവാനും, ബിക്കോസ് ദ മസിൽ ഇസ് വീക്ക്. അപ്പം ഇതാണ് പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്. പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത് മയോപ്പിയ അല്ല. മയോപ്പിയ എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് സൈറ്റ്. അതായത് അടുത്തുള്ളതിനെ കാണാൻ ദൂരമുള്ളതിനെ കാണാൻ പറ്റില്ല. പക്ഷെ പ്രസ് ബയോപ്പിയ എന്ന് വെച്ചാൽ അടുത്തുള്ളതിനെയും കാണാൻ പറ്റില്ല, ദൂരമുള്ളതിനെയും കാണാൻ പറ്റില്ല. സിലിയറി മസിൽസിന്റെ ഇലാസ്റ്റിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് ഇത് പറ്റുന്നത്. സിലിയറി മസിൽസിന്റെ വീക്ക് ആവുന്നത് കൊണ്ടും ഐ ലെൻസിന്റെ എലാസ്റ്റിസിറ്റിയുടെയും പ്രശ്നം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഒരു പ്രസ് ബയോപ്പിയ കണ്ടീഷൻ നമുക്ക് മാറ്റാൻ വേണ്ടി ബൈഫോക്കൽ ലെൻസ് അല്ലെങ്കിൽ വെരി ഫോക്കൽ ലെൻസുകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു സ്പെക്സ് എന്ന് വിചാരിക്കുക. ഐ എം റിയലി ബാഡ് അറ്റ് ഡ്രോയിങ്, പ്ലീസ് എക്സ്ക്യൂസ്. ഇതാണ് ഒരു സ്പെക്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ ഒരു ലെൻസ്, ഇവിടെ ഒരു ലെൻസ് കാണും. ഇങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ലെൻസ് കാണും. ഈ ലെൻസ് കോൺവെക്സ് ലെൻസുകളും ഈ ഭാഗത്തുള്ളത് കോൺകേവ് ലെൻസുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതാണ് പ്രസ് ബയോപ്പിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കഴിഞ്ഞു. നമ്മുടെ ഐസിനെ പറ്റിയുള്ളതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ടോപ്പിക്കാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ പ്രിസം. ഓക്കെ, പ്രിസം എന്താണ്? 5 പ്രിസം എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കും, വിച്ച് ഹാസ് 5 സർഫസസ്. ഓക്കെ, അപ്പോൾ പ്രിസം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ
വീണ്ടും ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെ ഒരു സാധനം വരയ്ക്കും. ആൻഡ് ദെൻ ഇതും കൂടി കണക്ട് ചെയ്യും, ഇതും കൂടി കണക്ട് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ഒരു പ്രിസം ഇരിക്കുന്നത്. ഇതിന് 5 സർഫസുകളുണ്ട്. ഇത് 3D സ്ട്രക്ചർ ഓഫ് എ ട്രയാങ്കിൾ പ്രിസം എന്ന് പറയാം. അതായത് ഇതൊരു ഫസ്റ്റ് സർഫസ്, ഇത് സെക്കൻഡ് സർഫസ്, ഇതൊരു തേർഡ് സർഫസ്, ഇതിൻ്റെ ബാക്കിലുള്ളത് 4th സർഫസ്, അതിൻ്റെ അടിയിലുള്ളത് 5th സർഫസ്. ഓക്കെ, അപ്പം ഇതിന് ഒരു പ്രിസത്തിന് 5 സർഫസ് ഉണ്ട്. അതിന് 2 ട്രയാങ്കിൾ പോലത്തെ സർഫസും 3 റെക്റ്റാങ്കിൾ പോലത്തെ സർഫസുകളും ഉണ്ട്. ഇതിനെ ലാറ്ററൽ സർഫസ് എന്ന് പറയും കേട്ടോ. ഈ എന്താ പറയുന്നത്, റെക്റ്റാങ്കിൾ പോലത്തെ ആ സൈഡിലുള്ളതിനെ ലാറ്ററൽ സർഫസുകൾ എന്ന് പറയും. ഈ ലാറ്ററൽ സർഫസുകൾ തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ദ പ്രിസം, ആംഗിൾ എ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ പ്രിസം ഇങ്ങനെ പഠിക്കുമ്പോൾ പറയും. എന്തിനാ ഇവിടെ പ്രിസം പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, ഒരു പ്രിസത്തിലൂടെ ഒരു വൈറ്റ് ലൈറ്റിനെ കടത്തി വിടുമ്പം എന്ത് പറ്റും, ഒരു പ്രിസത്തിൽ കൂടെ ഒരു വൈറ്റ് ലൈറ്റ് കടന്നു പോകുമ്പോഴാണ് ആ വൈറ്റ് ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കും. ആ വൈറ്റ് ലൈറ്റ് 7 നിറങ്ങളായിട്ട് പുറത്തു വരും. ആക്ച്വലി പല നിറങ്ങളായിട്ട് പുറത്തു വരും, പക്ഷെ നമ്മൾ 7 നിറങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ആ 7 നിറങ്ങളാണ് വിബ്ജിയോർ, അല്ലെങ്കിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ആക്ച്വലി ഇൻഫിനിറ്റ് കളേഴ്സ് പുറത്തു വരുന്നുണ്ട്, പക്ഷെ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നത് വിബ്ജിയോർ ആണ്. അതെങ്ങനെയാണ്, എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി പ്രിസത്തിൻ്റെത് സുസേ, ഇതാണ് ഒരു പ്രിസം. ഈ പ്രിസത്തിലൂടെ ഒരു റേ വന്ന് വീണു. ഇത് ആക്ച്വലി ഈ റേ ഇങ്ങനെയാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ ഒരു നോർമൽ ഇത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ എന്താ, റെയറർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം, ഇത് റെയറർ മീഡിയം. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എ റെയറർ ടു എ ഡെൻസർ മീഡിയം, ഇറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. അപ്പോൾ ഇങ്ങോട്ടുള്ള റേ ഇങ്ങനെ പോകും, ടുവേർഡ്സ് ദ നോർമൽ. സോ ഇത് ഇങ്ങനെ പോയി ഇവിടെ വന്ന് വീണു. ഇനി അഗെയിൻ ദ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം. സോ ആക്ച്വൽ ഇങ്ങനെ ആയിരുന്നു പോകേണ്ടിയിരുന്നത്. ആൻഡ് ദ നോർമൽ ഈസ് ലൈക്ക് ദിസ്. സോ ഇറ്റ് വിൽ മൂവ് എവേ ഫ്രം ദ നോർമൽ. അപ്പം എങ്ങനെയായിരിക്കും, ഇത് ഇങ്ങനെ പോകും. ഓക്കെ, ഈ ഒരു ഇപ്പം നമ്മൾ ഇതായിരുന്നു ആക്ച്വലി പോകേണ്ടിയിരുന്നത്. ഇത് ഇങ്ങനെയാണ് പോയത്. ഇതിപ്പോൾ പോയേക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ. അപ്പം ഇപ്പം പോയേക്കുന്ന ആംഗിൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഒരു ആംഗിൾ കിട്ടും. ഈ ആംഗിളിനെയാണ് നമ്മൾ പറയുന്നത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അതായത് ഇപ്പം ഇത് ഡീവിയേറ്റഡ് ആയിട്ടല്ലേ പോയത്, അപ്പം ഇതിനെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും ഈ ആംഗിളിനെ ആംഗിൾ ഓഫ് എമർജൻസ് എന്നും നമ്മൾ വിളിക്കുവാണെങ്കിൽ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്ലസ് ആംഗിൾ ഓഫ് എമർജൻസ് മൈനസ് ആംഗിൾ ഓഫ് ദ പ്രിസം. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ. പ്രിസത്തിന്റെ ഇങ്ങനെയാണ് ലൈറ്റ് പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് ബൈ എ ഗ്ലാസ് പ്രിസം. ഓക്കെ, സോ ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിനകത്തോട്ട് എൻ്റർ ചെയ്യുമ്പം അത് പല കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവും. ആ സ്പ്ലിറ്റ് ആവുന്നതിൽ നമ്മൾ കാണുന്ന കളേഴ്സാണ് ഈ വിബ്ജിയോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വെബ്ജിയോറിനെ നമ്മൾ സ്പെക്ട്രം എന്നാണ് പറയുന്നത്. ഇത് ഓഫ് കോഴ്സ് ഇത് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ഇനി ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പല കളേഴ്സ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് ഇക്വേഷൻ ഉണ്ട്. ഇപ്പം അത് നമുക്ക് വേറൊരു കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എനി അതർ മീഡിയം അല്ലേ. അപ്പം ഇനി നമുക്ക് ഒരു പ്രിസത്തിൽ കൂടെ ലൈറ്റ് പോകുമ്പം ഏത് ലൈറ്റാണ് കൂടുതൽ ബെൻഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു പ്രിസം ആണെങ്കിൽ ഒരു വൈറ്റ് ലൈറ്റ് പോയി ഇതിങ്ങനെ ഇവിടെ വന്ന് വീണു, റിഫ്രാക്ഷൻ സംഭവിച്ചു, അവിടുന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ആവില്ല. അപ്പോൾ ഈ വളവ് ആർക്കാണ് കൂടുതൽ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇതാണ് ഒരു ഇക്വേഷൻ എന്ന് വെക്കുക. അപ്പം റെഡിൻ്റെ കേസിലാണെങ്കിൽ റിഫ്രാക്റ്റീവ്
ഇൻഡെക്സ് ഓഫ് റെഡ് വിൽ ബി സി ബൈ വെലോസിറ്റി ഓഫ് റെഡ്. അതുപോലെ ഇങ്ങനെയാണെന്ന് വെച്ചോ. അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇല്ലേ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും വെലോസിറ്റീനെ? അല്ല, ഈ ഇക്വേഷൻ നോക്കിക്കോ, ഇങ്ങനെ പറഞ്ഞുതരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു സി ബൈ വി ആർ അല്ലേ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പം വെലോസിറ്റി കുറയും. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ലാംഡ, ഈ ഒരു ഇക്വേഷൻ എടുക്കുമ്പോൾ ഫ്രീക്വൻസി ഓഫ് റെഡ് ഇൻറ്റു ലാംഡ ഓഫ് റെഡ്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പം വെലോസിറ്റിയും കുറയും, വേവ് ലെങ്ത്തും കുറയും. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ വെലോസിറ്റി കുറയും, വേവ് ലെങ്ത്തും കുറയും അല്ലേ. അപ്പം ആർക്കായിരിക്കും ബെൻഡിങ് കൂടുതൽ? വേവ് ലെങ്ത് ഓഫ് റെഡ് കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുമ്പം റിഫ്രാക്ഷൻ കുറയും, റിഫ്രാക്ഷൻ കുറയുമ്പം ബെൻഡിങ്ങും കുറയും. ഇങ്ങനെയാണ് ഏതാണ് ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി വയലറ്റിന്റെ കേസിലാണെങ്കിലോ, അപ്പൊ ഇവിടെ ഇങ്ങനെ ബെൻഡിങ് കുറയുന്നതുകൊണ്ട് റെഡ് ബെൻഡിങ് ചെയ്യുന്നത് കുറവായിരിക്കും, വയലറ്റ് ആയിരിക്കും കൂടുതൽ ബെൻഡ് ചെയ്യുന്നത്. കാരണം എന്താ? വയലറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ വേവ് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് അതിന്റെ റിഫ്രാക്ഷൻ കൂടുതലായിരിക്കും, അതുകൊണ്ട് അതിന്റെ ബെൻഡിങ് കൂടുതലായിരിക്കും. സോ വയലറ്റ് വിൽ ബെൻഡ് മോർ ദാൻ റെഡ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടെ കടത്തി വിടുമ്പം അത് പല ലൈറ്റുകളായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആവുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ ഒരു പ്രിസം ഇവിടെ ഇങ്ങനെ വെച്ചു, ഒരു പ്രിസം നേരെ തലതിരിച്ച് വെച്ചാൽ ഇതിലേക്കൂടെ വൈറ്റ് ലൈറ്റ് കടന്നു, ഇവിടെ വന്നു, റിഫ്രാക്ഷൻ സംഭവിച്ചു, പല കോൺസ്റ്റിറ്റ്യൂവൻസ് കളേഴ്സായിട്ട് അത് സ്പ്ലിറ്റ് ആയി. അവിടെ വേറൊരു പ്രിസം വെച്ച് ഈ എല്ലാ ലൈറ്റുകളും കൂടി ഒരുമിച്ച് നിന്ന് പുറത്തോട്ട് വിടുന്നത് വൈറ്റ് ലൈറ്റ് ആയിരിക്കും. ഇതിനെ പറയുന്നതാണ് റീകോമ്പിനേഷൻ ഓഫ് വൈറ്റ് ലൈറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റെയിൻബോ ഉണ്ടാവുന്നത്. ഹൗ എ റെയിൻബോ ഇസ് ഫോംഡ്. ഓക്കെ, റെയിൻബോ ഉണ്ടാവുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമാണ്. Total internal reflection, or we can say it as TIR, total internal reflection. So total internal reflection എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. സപ്പോസ് ഇവിടെ ഒരു മീഡിയം, ഇത് ഇങ്ങനെ ഒരു മീഡിയം ആണെന്ന് വിചാരിക്കാം. അപ്പം നമ്മളൊരു ടോർച്ചിൽ നിന്ന്, ഇത് എയർ ആണ്, ഇത് വേറൊരു മീഡിയം ആണ്, വേറൊരു ഗ്ലാസ് ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പം ഒരു ടോർച്ചിൽ നിന്ന് നമ്മൾ ലൈറ്റ് ഇങ്ങനെ വിടുകയാണ്. അപ്പം ആദ്യമേ അത് നേരെ പോയി. അപ്പം നമുക്കറിയാം നോർമലി കൂടെ പോകുമ്പം റിഫ്രാക്ഷൻ ഒന്നുമില്ല, അത് നേരെ അങ്ങനെ തന്നെ പാസ് ചെയ്ത് പോകും. പിന്നെ ഇങ്ങനെ ഒരു ആംഗിളിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തു ഒരു ആംഗിൾ. ഈ ആംഗിൾ സേ 20 ഡിഗ്രിയിൽ ഇൻസിഡൻ്റ് ആയിട്ട് വന്നു. അപ്പം അത് റിഫ്രാക്റ്റ് ചെയ്ത് പോയി, 30 ഡിഗ്രിയിൽ റിഫ്രാക്റ്റ് ചെയ്ത് പോയി. ഇത് എയറിലോട്ടല്ലേ, അപ്പം ഡെൻസർ ടു എയർ ആവുമ്പം എന്താ പറ്റുക, ഇതിപ്പോൾ വാട്ടർ ആണെന്ന് വെച്ചോട്ടോ, വാട്ടർ ആണ്, അപ്പം ഡെൻസർ ടു റെയറർ ആണ്. സോ ദ റിഫ്രാക്റ്റഡ് റേ വിൽ മൂവ് അവേ ഫ്രം ദ നോർമൽ. അപ്പം ഇൻസിഡന്റ് റേയേക്കാളും വലുതായിരിക്കും ഇങ്ങോട്ട് മാറുന്നതുകൊണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വീണ്ടും ഒരു ഇൻസിഡന്റ് ആയി, ഈ ആംഗിൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും, ഇപ്പം 30 ഡിഗ്രിയിലായി, വീണ്ടും റിഫ്രാക്റ്റഡ് അവേ ഫ്രം ദ നോർമൽ. ഇതൊരു 45 ആയെന്ന് വെച്ചു. വീണ്ടും നമ്മൾ ഒരു ഇൻസിഡന്റ് ആയി, ഇതിപ്പോൾ സേ ഒരു 40 ഡിഗ്രി എന്ന് വെച്ചോളൂ. സോ ഇത് ഇൻസിഡന്റ് ആയത് 40 ഡിഗ്രി ആണെന്ന് വെച്ചോളൂ. അപ്പം ഇത് റിഫ്രാക്റ്റഡ് ആയിപ്പോയി, ഇതൊരു 60 ഡിഗ്രിയിൽ റിഫ്രാക്റ്റഡ് ആയിപ്പോയി. ഇനി ഇത് വീണ്ടും ഒരു ആംഗിളിൽ വന്നു, ആ ആംഗിളിൽ വലിയൊരു ആംഗിളിൽ വന്നു. ആ ആംഗിളിൽ ആയപ്പോഴത്തേക്ക് ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ ആയി, അതായത് 90 ഡിഗ്രി ആയെന്ന് വെച്ചോളൂ. അപ്പം ഈ ആംഗിളിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അത് ഈ ക്രിട്ടിക്കൽ ആംഗിൾ കഴിഞ്ഞ് ഒരു ആംഗിളിൽ നമ്മൾ ഇൻസിഡന്റ് വീണ്ടും ആവുകയാണെങ്കിൽ
പിന്നെ റിഫ്രാക്ഷൻ ഇല്ല, കാരണം ഇവിടെ വരെ ഓൾറെഡി ആയി, ഇനി റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ദിസ് മീൻസ് ദാറ്റ് ഏതൊരു ഇൻസിഡന്റ് ആംഗിൾ കഴിഞ്ഞിട്ടാണോ റിഫ്രാക്ഷൻ ഇല്ലാതെ പിന്നീട് റിഫ്ലക്ഷൻ വരുന്നത് അതിനെ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. ഇതിനെ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഇപ്പം ഇവിടെ നടന്ന ഈ പ്രോസസ്സിനെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. ഇത് സംഭവിക്കുന്നത് when the incident angle is greater than the critical angle. അതായത് ഇനി ഈ ക്രിട്ടിക്കൽ ആംഗിളിൽ കൂടുതലുള്ള ഒരു ഇൻസിഡൻസ് വരുവാണെങ്കിൽ ഇവിടെ റിഫ്രാക്ഷൻ ഇല്ല, റിഫ്ലക്ഷൻ മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു റെയിൻബോ വരുന്നത് എന്ന് വെച്ചാൽ, ഒരു മഴത്തുള്ളി, സപ്പോസ് ഇതൊരു മഴത്തുള്ളിയാണെന്ന് വിചാരിക്കാം. ഇതിനകത്തോട്ട് ഒരു സൺറേ ഒരു ലൈറ്റ് വന്നു. അതിനകത്തോട്ട് ഒബ്വിയസ്ലി വൈറ്റ് ലൈറ്റ് വിബ്ജിയോറായിട്ട് സ്പ്ലിറ്റ് ആവും. ഈ വിബ്ജിയോറായിട്ട് സ്പ്ലിറ്റ് ആകുമ്പോൾ ഇൻസിഡന്റ് അതിനകത്തുള്ള ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ച് അത് വീണ്ടും റിഫ്രാക്റ്റഡ് ആയിട്ട് പുറത്തോട്ട് പോയിട്ടാണ് നമ്മൾ റെയിൻബോ ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം ഇനി ഇത് സംഭവിക്കുമ്പോൾ എപ്പോഴും റെയിൻബോസ് കാണുന്നത് സണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ റെയിൻബോ കാണുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ് പഠിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് എഫക്റ്റ് ആണ് ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ് എന്ന് വെച്ചാൽ ലൈറ്റിന്റെ പാത്ത് നമുക്ക് വിസിബിൾ ആവുന്നതിനെയാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ഫോറസ്റ്റിൽ പോകുമ്പം കുറെ മരങ്ങളുടെ ഇടയിൽ കൂടെ നമുക്ക് ലൈറ്റ് വരുന്ന പോലെ കാണാം, അല്ലെങ്കിൽ രാവിലെ നോക്കുമ്പോൾ ഒരു ജനലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വരുന്നത് പോലെ കാണാം, കുറച്ച് പൊടിപടലങ്ങൾ കാണാം. അതിനെയൊക്കെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളൊരു ബീക്കർ എടുക്കുകയാണ്, ബീക്കർ എ വിച്ച് ഹാസ് വാട്ടർ ആൻഡ് ബീക്കർ ബി വിച്ച് ഹാസ് മിൽക്ക് ആൻഡ് വാട്ടർ, മിൽക്ക് പ്ലസ് വാട്ടർ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ടോർച്ച് ഇവിടുന്ന് ഇങ്ങനെ ടോർച്ച് അടിക്കുകയാണെങ്കിൽ കൂടെ ആ ലൈറ്റിന്റെ പാത്ത് കാണാൻ പറ്റില്ല, പക്ഷെ ഈ മിൽക്ക് പ്ലസ് വാട്ടറിനകത്തൂടെ ലൈറ്റിന്റെ ഇത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ വാട്ടറിനേക്കാളും വലുതാണ് മിൽക്കിന്റെ പാർട്ടിക്കിൾസ്. അപ്പൊ ആ പാർട്ടിക്കിൾസ് ഈ വരുന്ന ലൈറ്റിനെ ഇങ്ങനെ സ്കാറ്റർ ചെയ്യും. അപ്പൊ ഇങ്ങനെ സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ലൈറ്റിന്റെ പാത്തിനെ കാണാൻ പറ്റും. ദാറ്റ് ഇസ് കോൾഡ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയും. ഇത് എപ്പോഴാ ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വെൻ ദ കൊളൈഡൽ പാർട്ടിക്കിൾസ് ഈസ് ബിറ്റ്വീൻ 1 to 1000 nm ആണെങ്കിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അതിപ്പോൾ ഡസ്റ്റ് ആവാം, ഗ്യാസ് ആവാം, അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്, സ്മോക്ക് അങ്ങനെയുള്ളതിനെയൊക്കെയാണ് അങ്ങനെയൊക്കെ വരുമ്പം മാത്രമാണ് ഈ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ദ ടിൻഡൽ എഫക്റ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ജോൺ ടിൻഡൽ, ഹെൻസ് ദ നെയിം ടിൻഡൽ എഫക്റ്റ് ഇൻ ഓണർ ഓഫ് ഹിം. ഓക്കെ, ഇനി അടുത്തത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിൽ തന്നെ നമ്മുടെ സ്കൈ ബ്ലൂ ആവുന്നതും അതുപോലെ സ്കൈ ബ്ലൂ ആയിട്ട് കാണപ്പെടുന്നതും അല്ലെങ്കിൽ സൺസെറ്റിന്റെ സമയത്ത് സ്കൈ റെഡ് ആയിട്ട് കാണപ്പെടുന്നതും ഈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് കാരണമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്കറിയാം വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇങ്ങോട്ട് പോകും തോറും അതിന്റെ വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് വേവ് ലെങ്ത് ഓഫ് ലാംഡ ഓഫ് ആർ ഇസ് മോർ, അതായത് വേവ് ലെങ്ത് ഓഫ് റെഡ് ഇസ് മോർ. അപ്പം ഈ വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് വേവ് ലെങ്ത് കുറയുന്നതനുസരിച്ച് സ്കാറ്ററിംഗ് കൂടുകയും അതിന്റെ ഡിസ്റ്റൻസ് കവേർഡ് കുറയുകയും ചെയ്യും. ഇത് എങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പം സിമ്പിളുകളില്ലേ, നമ്മുടെ ട്രാഫിക് സിമ്പിളുകൾക്കെല്ലാം റെഡ് ആണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ റെഡിന്റെ വേവ് ലെങ്ത് കൂടുതലാണ്. സോ അതിന്റെ സ്കാറ്ററിംഗ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ദൂരെ ഡിസ്റ്റൻസിന് ആ ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത്ര ദൂരയിൽ നിന്നും നമുക്ക് റെഡിനെ കാണാൻ പറ്റുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. ഇനി നമ്മൾ എർത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതാണ് എർത്ത് എന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ ഇതാണ് ഇതിന്റെ എർത്തിന്റെ ഹൊറൈസൺ എന്ന് വെച്ചാൽ എർത്തും സണ്ണും തമ്മിലുള്ള ഒരു പാത്ത്, ഒരു ഡിസ്റ്റൻസ് എന്നുള്ള പോലെയാണ് നമ്മൾ ഹൊറൈസൺ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടാണ് സൺറൈസ് നടക്കുന്നത്. സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്, സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അപ്പൊ ഇവിടാണ് സൺസെറ്റ് നടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് എർത്തിന്റെ ഇക്വേറ്റർ. അപ്പൊ നമുക്ക് വിബ്ജിയോറിന്റെ നമുക്ക് എന്താ അറിയാം, വിബ്ജിയോറിൻ്റെത് അങ്ങോട്ട് തോറും നമ്മുടെ ലാംഡ കൂടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം ഇതാണ് ഇക്വേറ്റർ,
എർത്ത്, ഇതാണ് പോള്. ഓക്കെ, അപ്പൊ രാവിലെ ഇപ്പം സന്ധ്യ സമയത്ത് എന്താ പറ്റുക? ഇപ്പം വിബ്ജിയോറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ സന്ധ്യ സമയത്താവുമ്പം ഈ വേവ് ലെങ്ത് കൂടിയ സാധനങ്ങൾ, അതായത് ഈ സൺസെറ്റിന്റെ സമയത്ത് ഇങ്ങനെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്ന് പറയുന്നത് ഇങ്ങനെ റേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഡിസ്റ്റൻസ് തോറും അവസാനം ഇങ്ങനെ സ്കാറ്ററായി അവസാനം ഇവിടെ വരുമ്പോൾ റെഡ് മാത്രമേ കാണുള്ളൂ. ഇത് സെയിം കേസാണ് സൺറൈസിന്റെ കേസിൽ. ഇങ്ങനെ ഡിസ്റ്റൻസ് അവിടുന്ന് ഇങ്ങനെ വന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും റെഡ് മാത്രം അവസാനിക്കും. അങ്ങനെ ഇനി ന്യൂൺ സമയത്താണെങ്കിലോ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ റെഡ് ഇവിടെ വരെ എത്തിയെന്ന് വെച്ചാൽ ഒരു സണ്ണിന്റെ ആ ഡിസ്റ്റൻസ് ഈ സൺസെറ്റിലും സൺറൈസിലും കൂടുതലാണ്. പക്ഷെ ഒരു ന്യൂൺ സമയം അല്ലെങ്കിൽ സാധാരണ സമയത്ത് പോളിന്റെ അടുത്താണ്. ഈ ഡിസ്റ്റൻസ് ഓഫ് ഇക്വേറ്റർ ഇസ് മോർ ദാൻ ഡിസ്റ്റൻസ് ഓഫ് പോൾ. അപ്പൊ പോൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അടുത്ത് വരും സൺ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ വയലറ്റ്, ഇൻഡിഗോ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്കും ബ്ലൂ ഒക്കെ എത്തുമ്പോഴത്തേക്കും അത് സ്കാറ്റർ ആവും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ വരെ ആകുമ്പോഴത്തേക്കും സ്കാറ്റർ ആവും. ഇങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം വരത്തില്ല, കാരണം ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൈ ബ്ലൂ ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇത് നമ്മുടെ എർത്ത്. ഓക്കെ, ഈ എർത്തിന് ചുറ്റും പല ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പൊ ആദ്യത്തെ ലെയറിനെ നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയും, പിന്നത്തെ ലെയറിനെ നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയും, പിന്നത്തെ ലെയറിനെ നമ്മൾ തെർമോസ്ഫിയർ എന്ന് പറയും, പിന്നത്തെ ലെയറിനെ നമ്മൾ എക്സോസ്ഫിയർ. അങ്ങനെ ഓരോ ലെയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഓരോ ലെയേഴ്സും ഡെൻസിറ്റി കൂടിക്കൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഏറ്റവും ഡെൻസിറ്റി കൂടുതലുള്ളത് ഈ ട്രോപ്പോസ്ഫിയറിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡെൻസർ ആയിട്ടുള്ളത്. മുകളിലോട്ട് പോകുന്നതോറും ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓരോ ലെയറും ഓരോ മീഡിയം അല്ലേ, റെയറർ ഡെൻസർ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പം ഈ സണ്ണ്, മൂണ്, സ്റ്റാർസ് പോലുള്ള ഇതിൽ നിന്ന് നമ്മുടെ അവിടുന്ന് റേസ് വരുന്നതൊക്കെ എന്തായിരിക്കും? ഇതിൽ കൂടെ മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻസ് കഴിഞ്ഞാണ് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത്, അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ഇപ്പം സണ്ണും സ്റ്റാർസും മൂണിന്റെ ഒക്കെ റേസ് വാക്യത്തിൽ കൂടെ ട്രാവൽ ചെയ്തല്ലേ നമ്മുടെ എർത്തിൽ എത്തുന്നത്. സോ ഇപ്പം സപ്പോസ് ഇതാണ് എർത്ത് എന്ന് വിചാരിക്കുക. ഇത് സണ്ണോ സ്റ്റാർസോ മൂണോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടുന്ന് ഒരു റേ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് വന്ന് പിന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കഴിഞ്ഞാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ വന്ന പാത്തിൽ കൂടെ അല്ല തിരിഞ്ഞു പോകുന്നത്, വേറൊരു പാത്തിലായിരിക്കും. ഇപ്പൊ ഇവിടെ ആയിരിക്കും ആ സ്റ്റാർ ഉള്ളത്, പക്ഷെ റിഫ്രാക്ഷൻ കഴിഞ്ഞ് കാണുമ്പോൾ നമ്മൾ ഇവിടാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുന്ന ഒന്നും അതിന്റെ ഒറിജിനൽ പൊസിഷനിലല്ല കാണുന്നത്, നമ്മൾ കുറച്ച് മാറിയാണ് നമ്മൾ കാണുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് നമ്മൾ കാണുന്നത്. ഇതേ ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഒരു എർത്തിൽ നമ്മളിപ്പോൾ നിൽക്കുകയാണെങ്കിൽ ഒരു സൺറൈസും സൺസെറ്റും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇവിടാണ് ആക്ച്വലി സൺറൈസ് സംഭവിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഹൊറൈസണിൽ. പക്ഷെ ഇവിടുന്ന് ലൈറ്റ് വന്ന് നമ്മൾ തിരിച്ച് കാണുമ്പോഴത്തേക്കും ഇവിടെ ആവും. അപ്പൊ എന്താ, സൺറൈസ് സംഭവിക്കുന്നതിന് കുറച്ചും, അതായത് ഏർലി സൺറൈസ് ആണ് നമ്മൾ കാണുന്നത്. ആക്ച്വലി സൺറൈസ് സംഭവിച്ചിട്ടില്ല, 2 മിനിറ്റ് കൂടിയുണ്ട്. പക്ഷെ നമ്മൾ കാണുമ്പോൾ സൂര്യൻ ഉദിച്ചതായിട്ട് തോന്നും, കാരണം നമ്മുടെ ആ റിഫ്രാക്റ്റഡ് റേസിന്റെ വ്യത്യാസം കാരണം. അതുപോലെ തന്നെ സൺസെറ്റ് ആണെങ്കിലും സൺസെറ്റിന് ഇവിടെ ആയി, അതായത് സൺസെറ്റ് ആയി, പക്ഷെ നമ്മുടെ കണ്ണിൽ നിന്ന് ഇതിങ്ങനെ വന്ന് അത് റിഫ്രാക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഈ ഒരു പൊസിഷനിലായിരിക്കും കാണുന്നത്. അതായത് ഡിലേഡ് സൺസെറ്റ്. ഏർലി സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ നോൺ ട്വിങ്ക്ലിംഗ് ഓഫ് പ്ലാനറ്റ്സ് ഈസ് ഓൾസോ ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. ട്വിങ്ക്ലിംഗ് എന്ന് വെച്ചാൽ എന്താ, ബ്രൈറ്റ് ആവുന്നതും ഡിം ആവുന്നതും മാറി മാറി ആവുന്നതിനെയാണ് നമ്മൾ ട്വിങ്ക്ലിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ലൈറ്റിന്റെ വേരിയേഷൻസ് കാരണം. ഇപ്പൊ സ്റ്റാർ എമിറ്റ് ചെയ്യുന്ന അതേ ലൈറ്റ് ആയിരിക്കത്തില്ല നമ്മുടെ കണ്ണിൽ വരുന്നത്. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കാരണം സ്റ്റാർ ലൈറ്റ് എപ്പോഴും ഒരു 6 ഫാഷനിലാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. അപ്പം കുറച്ച് ലൈറ്റ് ചിലപ്പോൾ വരത്തുള്ളൂ, അപ്പം നമ്മൾ ഡിമ്മായിട്ട് തോന്നും. ചിലപ്പം കൂടുതൽ ലൈറ്റ് വരും,
അപ്പം നമ്മൾ അതിനെ ബ്രൈറ്റ് ആയിട്ട് തോന്നും. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർസ് ട്വിങ്ക്ലിംഗ് ആയിട്ട് തോന്നുന്നത്, ബ്രൈറ്റും ഡിമ്മും മാറി മാറി നമുക്ക് തോന്നുന്നത്. അപ്പം ഇത്രയാണ് ലൈറ്റ് അബൌട്ട് ലൈറ്റ്സ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പഠിക്കണം. അതിനെ നമ്മൾ സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് പഠിക്കണം. സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അതിനു മുമ്പ് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. വാട്ട് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തും, അതായത് മാസ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ വർക്ക്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ വെലോസിറ്റി, ആക്സലറേഷൻ, മൊമെന്റം, ഇതിനെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഡ്യൂറേഷൻ മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്യുന്നത്? ടൈം യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കൊരു വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്യുന്നത്? മാസ് ഉപയോഗിക്കും. അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി വേറെ തരം 2 ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ക്വാണ്ടിറ്റിയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണുകയുള്ളൂ, അതിന് ഡയറക്ഷൻ കാണില്ല, നോ ഡയറക്ഷൻ. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രം എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ സ്കെയിലാർ ക്വാണ്ടിറ്റീസിൽ കാണുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഡിസ്റ്റൻസ് പറയുവാണെങ്കിൽ 5 കിലോമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മൾ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല. 5 കിലോമീറ്റർ ആ ഒരു മെഷർമെന്റ് മാത്രമല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി. അല്ലെങ്കിൽ ടൈം 2 PM എന്ന് പറഞ്ഞു, നമ്മൾ എങ്ങോട്ട് എപ്പം ഒന്നും പറഞ്ഞിട്ടില്ല, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ പറയുക 102 ഡിഗ്രി ഫാരൻഹീറ്റ്, അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് പറയുകയാണ് 20 മീറ്റർ പെർ സെക്കൻഡ്, അതിന്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല, ഉള്ളി ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അപ്പം സ്കെയിലാർ ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡും മാത്രമാണെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷനെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡും പറയും, ഡയറക്ഷനും പറയും. ഇപ്പം ഫോർ എക്സാമ്പിൾ വെയിറ്റ് എന്ന് പറയുന്നത് mg. ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വെയിറ്റ് പറഞ്ഞത് മാസ് മാത്രമാണ്. ഇവിടെ വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് mg, അതായത് ആക്ച്വലി ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് സംതിങ് ഈസ് അട്രാക്റ്റഡ് ടുവേഴ്സ് ദ എർത്ത് എന്ന് പറയും. അതായത് സെന്റർ ഓഫ് ദ എർത്തിലേക്ക് ആണ് ഇത് അട്രാക്റ്റഡ് ആവുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പണ്ട് കുഞ്ഞത്തെ ക്ലാസ്സുകളിൽ ഞാനത് ഇട്ടേക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മാസം ഒരിക്കലും ചേഞ്ച് ആവില്ല, നമുക്ക് എപ്പോഴും ഒരേ മാസമായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ആറ്റംസ് അല്ലേ. പക്ഷെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. ഈ g പ്ലാനറ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യും. എർത്തിലെ g ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണിത്. അത് മൂണിൽ വേറെ ആയിരിക്കും, മാർസിൽ വേറെ ആയിരിക്കും, അങ്ങനെ പലതിലും വേറെ ആയിരിക്കും. അപ്പൊ ഈ വെയിറ്റ് ഓരോ പ്ലാനറ്റിലും ഡിഫറെന്റ് ആവുന്നത് ഈ ജിയുടെ ചേഞ്ച് കാരണമാണ്. ഓക്കെ, അപ്പൊ ഈ വെയിറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ടുവേഴ്സ് ദ സെന്റർ ഓഫ് എർത്ത്. സെന്റർ ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡയറക്ഷൻ ആയില്ലേ. വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആകും. കാരണം വെലോസിറ്റി നമ്മൾ പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ടുവേഴ്സ് ഈസ്റ്റ് എന്ന് പറയും. അപ്പൊ അപ്പോൾ നമ്മളൊരു ഡയറക്ഷൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഡിസ്റ്റൻസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, അറിയാമോ? അതായത് എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് സിയിലേക്ക് പോയി, ഇതാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇത് ഇനിഷ്യൽ പോയിന്റും ഇത് ഫൈനൽ പോയിന്റും അല്ലേ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആ ഡിസ്പ്ലേസ്മെന്റ് ഒന്നെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റീവ് ആയിരിക്കും. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഇത് 3 ആവാം, അതുകൊണ്ടൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എപ്പോഴാണ് 0 ആവുന്നത്? എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വന്നു. അപ്പൊ ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് എ തന്നെയല്ലേ, അപ്പൊ എന്താ ഡിസ്പ്ലേസ്മെന്റ് അവിടെ 0 ആയി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത്, അപ്പൊ ഇത്രയാണ് ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഷോർട്ട് ഇത് അടുത്ത ടോപ്പിക്കിന് വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നതാണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിക്കകത്ത് നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
അതിലൊന്നാണ് ചാർജ്. വാട്ട് ഈസ് ചാർജ്? ചാർജ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് മാറ്ററിനെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ചാർജ് ക്യാൻ ബി പോസിറ്റീവ്, it can be negative. Charge is represented by Q and the SI unit of charge is coulomb. Coulomb represented by C. Coulomb is spelling COULOMB ആട്ടോ, coulomb. ഇത്രയാണ് ചാർജിന്റെ കാര്യങ്ങൾ. വേറെ കുറച്ചുണ്ട്. അതായത് പോസിറ്റീവ് ചാർജുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുകൾ, ഇത് റിപ്പൽ ചെയ്യും. പോസിറ്റീവും നെഗറ്റീവ് ആണെങ്കിലോ അത് അട്രാക്ട് ചെയ്യും. ഈ ചാർജ് എങ്ങനെയാണ് വരുന്നത്? ഇപ്പം നമുക്കറിയാം ഒരു ആറ്റം, ഇത് ന്യൂക്ലിയസ് ആണ്, ഇതിന്റെ ചുറ്റുമാണ് ഇലക്ട്രോൺസ് പോകുന്നത്. ഈ ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺസ് എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജും ന്യൂട്രോൺസ് എന്ന് പറയുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ചാർജും ഉള്ളത്. ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള നെഗറ്റീവ് ചാർജിനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സബ്സ്റ്റൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അതിന് കുറെ പ്രോട്ടോൺസ് കൂടുതലായിരിക്കും. ഒരു സബ്സ്റ്റൻസ് നെഗറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയുമ്പോൾ എന്താ? അതിനകത്ത് ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് പോസിറ്റീവ്ലി ചാർജ്ഡും നെഗറ്റീവ്ലി ചാർജ്ഡ് എന്നും പറയുന്നത്. ഇനി ഇതിന് കുറച്ച് കാര്യങ്ങളോട് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഇതിന്റെ ഇടയിൽ പറയാം. അതിനെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ വർക്ക് ഡൺ ടു ചാർജ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിനെ ചാർജ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന പണിയെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ വർക്കിനെ സ്റ്റോർ ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ്, PE, പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ്. സോ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ is equal to പൊട്ടൻഷ്യൽ എനർജി ബൈ Q അല്ലെങ്കിൽ ചാർജ്. ഓക്കെ, ഇനി ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഓംസ് ലോ എന്ന് പറയും. ഓംസ് ലോ പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്. പൊട്ടൻഷ്യൽ എനർജി അല്ല, വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇസ് കറന്റ്. അല്ലെങ്കിൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു IR എന്ന് പറയും. ഈ ആറിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഇത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഇത് നമുക്ക് പിന്നീട് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബാക്കി നമുക്ക് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്നായിരുന്നല്ലോ ടോപ്പിക്കിന്റെ പേര്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്താ? ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. രണ്ട് തരം സബ്സ്റ്റൻസുകൾ നമ്മൾ പഠിക്കാറുണ്ട്. കണ്ടക്ടേഴ്സും ഉണ്ട്, ഇൻസുലേറ്റേഴ്സും ഉണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യുന്നതിനെ കണ്ടക്ടേഴ്സ് എന്ന് പറയും, പാസ് ചെയ്യിപ്പിക്കാത്തതിനെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്നും പറയും. അപ്പൊ കണ്ടക്ടേഴ്സിൽ കൂടെ എങ്ങനെയാണ് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾക്ക് പറയാം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. അതായത് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? അതായത് ഈ നമ്മുടെ അറിയാം ഔട്ടർമോസ്റ്റ് ഷെല്ലിലാണ്, ഒരു ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഉള്ളത് അല്ലേ? ഈ ഇലക്ട്രോൺസ് തമ്മിലുള്ള ഫോഴ്സിനെ നമ്മൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണ് പറയുന്നത്. അത് വലിയ ഒരു ഫോഴ്സ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ നമുക്ക് ലെസ് എനർജി മതി ഈ ഒരു ബോണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. ലെസ് മതി ഇതിനെ ഒരു ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ കണ്ടക്ടേഴ്സ് ഫോർ എക്സാമ്പിൾ കോപ്പർ എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ്. അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29. വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അറിയാലോ. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29. അപ്പൊ നമ്മളൊരു ഷെല്ലിനകത്ത് എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ നമ്മൾ എഴുതുന്നത്? ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം കാണും, പിന്നീടുള്ള ഷെല്ലുകളിലെല്ലാം 8 എണ്ണം വെച്ചിട്ടായിരിക്കും കാണുക. ഇപ്പൊ 29 ആയതുകൊണ്ട് 2, 8,
1 അല്ലേ? അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഈ ഇലക്ട്രോണിനെ നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താ, ഒരെണ്ണമായിട്ടേ ഉള്ളൂ, അത് ബോണ്ടായിട്ട് ഇരിക്കുകയല്ല. അപ്പോൾ നമുക്ക് കുറച്ച് എനർജി പോരെ ഈ ഒരു ഇലക്ട്രോണിനെ ഇവിടുന്ന് വിടിയിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് കോപ്പർ ഒരു നല്ല കണ്ടക്ടർ. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ഫ്രീ ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലേ? അപ്പം ഈസി ആയിട്ട് ഇതിനെ ഫ്രീ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് എനർജി കൊടുക്കുമ്പോൾ തന്നെ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇത് ഫ്രീ ആയിട്ട് പുറത്തോട്ട് വരും. ഈ ഇലക്ട്രോൺസിനെ ഇപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് വന്ന ഈ ഇലക്ട്രോണിനെ നെയ്ബറിംഗ് ആയിട്ടുള്ള വേറെ ആറ്റംസ് പിടിക്കും, ക്യാച്ച് ചെയ്യും. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അപ്പം ഇതിവിടെ പിടിക്കും, ഇവിടെ ഉള്ളത് അങ്ങോട്ട് പോകും, അങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു കണ്ടക്ടറിനകത്തോടാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. നെയ്ബറിംഗ് ആറ്റംസ് ഈ ഇലക്ട്രോണിനെ ക്യാച്ച് ചെയ്യുകയും വീണ്ടും പുതിയ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ആവുകയും ആ ഒരു ഇലക്ട്രോണിന്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇൻസുലേറ്ററിന്റെ കേസിലാണെങ്കിൽ ഇങ്ങനൊരു സംഭവമില്ല. കാരണം ഇൻസുലേറ്റേഴ്സിന്റെ കേസിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. കാരണം ഇലക്ട്രോൺസ് എന്ന് പറയുമ്പം ഔട്ടർ ഷെല്ലില് ടൈറ്റ്ലി ബോണ്ട് ആയിരിക്കും. അപ്പൊ ടൈറ്റ്ലി ബോണ്ട് ആയതുകൊണ്ട് തന്നെ കുറെ എനർജി വേണം ഈ ഇലക്ട്രോണിനെ അവിടുന്ന് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഇൻസുലേറ്റേഴ്സിനകത്ത് അതുകൊണ്ടാണ് കറണ്ട് പാസ് ചെയ്യാത്തത്. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാം SI യൂണിറ്റ് ഓഫ് ചാർജസ് കൂളം. അപ്പം വാട്ട് ഈസ് ദ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ? ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 1.6 into 10⁻⁻19 കൂളം. ഇതാണ് ചാർജ്. നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ് ആവും. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ചാർജ് ആയിട്ട് നമ്മൾ എങ്ങനെ എണ്ണും? Q into N, അതായത് ഇത് ഇൻറ്റു നമ്പർ, എത്ര ഇലക്ട്രോൺസിന്റെ നമ്പർ ഉണ്ടോ അതായിരിക്കും ആ ഒരു ആറ്റത്തിന്റെ ചാർജ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ എന്താ പറഞ്ഞത്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്നല്ലേ പറഞ്ഞത്? അതായത് Q/T, I is equal to Q/T. ഇലക്ട്രിക് കറണ്ട് is equal to rate of flow of charge. ചാർജിനെ കൂളം ആവുമ്പോൾ 1C/1 സെക്കൻഡ്, അതായത് ഒരു കൂളം ചാർജ് ഒരു സെക്കൻഡിൽ പോകുന്നതിനെയാണ് നമ്മൾ ഒരു കറണ്ട്, അതായത് 1 ആംബിയർ എന്ന് പറയും. ആംബിയർ ആണ് യൂണിറ്റ്, SI യൂണിറ്റ് ഓഫ് കറണ്ടിനെ നമ്മൾ ആംബിയർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് 1 കൂളം ചാർജ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഫോർ 1 സെക്കൻഡ്. അപ്പം 1 ആംബിയർ കറണ്ട് ആണ് പാസ് ചെയ്യുന്നത്. ആംബിയർ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ യൂണിറ്റ് ആണ്, വിച്ച് ഡസൻറ്റ് ഹാവ് എനി ഡയറക്ഷൻസ്. എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് A വെച്ചിട്ടാണ്. സോ ഇത്രയാണ് ഇന്നത്തെ നമ്മൾ പഠിച്ചത്. ഇനി ബാക്കി നമുക്ക് നാളെ പഠിക്കാം.